പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്ററുണ്ട് മീൻവല്ലം വെള്ളച്ചാട്ടത്തിലേക്ക്. മീൻവല്ലം യാത്രയ്ക്ക് മുൻപായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കുക, യാത്ര ചെയ്യുന്ന ദിവസം അവിടെ ടൂറിസ്റ്റുകളെ സ്ഥലം കാണാൻ അനുവദിക്കുന്നുണ്ടോ എന്നാണ് വിളിച്ചു ചോദിക്കേണ്ടത്. കാരണം ചില ദിവസങ്ങളിൽ ഈ സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകളെ അനുവദിക്കില്ല. കാട്ടാനകൾ വന്നാലോ വെള്ളം കൂടിയാലും എല്ലാം മീൻവല്ലം ചില സമയത്ത് അടച്ചിടും. പാലക്കാട് നിന്ന് കോഴിക്കോട് റോഡിലൂടെയാണ് മീൻവല്ലത്തേക്ക് പോകേണ്ടത്. ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നറിയാൻ കഴിഞ്ഞൊരു സംഭവം, മീൻവല്ലം ആദ്യം പേര് കേൾക്കുന്ന ഒരാൾക്ക് തോന്നും വെള്ളച്ചാട്ടമുള്ളതു കാരണം മീൻ വെള്ളം എന്നാണോ ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന്. എന്നാൽ അതല്ല, മീൻവല്ലം എന്ന് തന്നെയാണ്. എന്താണ് ഈ മീൻവല്ലം? അതിനുള്ള ഉത്തരവും അപ്രതീക്ഷിതമായി വഴിയിൽ കണ്ട ആളെനിക്ക് പറഞ്ഞു തന്നു. മീൻ പിടിക്കാനായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം മുള കൊണ്ടെല്ലാം ഉണ്ടാക്കിയ ഒരു പാത്രം, ആ പാത്രത്തിനെയാണ് വല്ലം എന്ന് പറയുന്നത് എന്നാ അറിയാൻ കഴിഞ്ഞ്. പണ്ടുകാലത്ത് മീൻ പിടിക്കാനായി ഉപയോഗിച്ചിരുന്ന സംഭവമാണിത്. ആളും ബഹളമൊന്നുമില്ലാത്ത ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ക്ഷേത്രം. പാലക്കാട് കല്ലടിക്കോടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആലിൽ നിന്നടിക്കുന്ന നല്ല തണുത്ത കാറ്റും ഇവിടുത്തെ കാഴ്ചകളും മനസ്സിന് നല്ല സന്തോഷം പകർന്നു തരുന്നുണ്ട്. പഴമയുടെ ആ നാടൻ ഭംഗി ഇവിടെ ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ പുനരുദ്ധാരണം ചെയ്ത പഴയ ക്ഷേത്രങ്ങൾ പഴമയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്തായാലും പുനരുദ്ധാരണം വേണം. പക്ഷേ അതൊരിക്കലും ആ സ്ഥലത്തിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടാവരുത്. മെയിൻ റോഡിൽ നിന്ന് അകത്ത് കയറിയാൽ റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള വളരെ ചെറിയൊരു വഴിയാണിത്. പോകുന്ന വഴി വെള്ളച്ചാട്ടത്തിന് 1 കിലോമീറ്റർ മുന്നിലായി ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മുടെ വിശദാംശങ്ങളെല്ലാം അവിടെ എഴുതി കൊടുക്കണം. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് മുന്നോട്ടുള്ള യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് റോഡിൽ വെള്ളം പോകുന്നതെല്ലാം കാണാൻ കഴിഞ്ഞു. മഴക്കാലത്ത് കുറച്ച് ശക്തമായി ഇതുവഴി വെള്ളം പോകാറുണ്ട്. മുന്നോട്ടുള്ള യാത്രക്കിടയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ വഴികൾ കാണാൻ കഴിയും. ആ വഴി ചെന്ന് അവസാനിക്കുന്നിടത്ത് വെള്ളം ശക്തമായി ഒഴുകിപ്പോകുന്നിടങ്ങളും ഉണ്ട്. ഇത് കണ്ട് ചിലർക്ക് ഇറങ്ങാനും ആഗ്രഹം തോന്നും. ഇറങ്ങാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. മുന്നോട്ട് പോകുന്നതിന് മുൻപ് കുറച്ച് സമയമെടുത്ത് ഇവിടെയുള്ള കാഴ്ചകൾ ആസ്വദിക്കാം. വെള്ളത്തിന് ആഴം വളരെ കുറവാണ്. ഞാനൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഏകദേശം മുട്ടുവരെ വെള്ളമുണ്ട്. ഫാമിലിയായി എല്ലാം വരുവാണെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെയെല്ലാം വെള്ളത്തിലിറക്കാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ശക്തമായി ഒഴുകിപ്പോകുന്ന വെള്ളമായ കാരണം ഒരാളെ തട്ടി വീഴ്ത്താനുള്ള ശക്തിയെല്ലാം ഈ വെള്ളത്തിനുണ്ട്. വെള്ളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ വളരെ ചെറിയ പൊടിമീനുകളെ കാണാൻ കഴിയും. മലമുകളിൽ നിന്ന് പാറകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന വെള്ളമായ കാരണം വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെല്ലാം കേട്ടിരിക്കുന്നത് മീൻവല്ലം വെള്ളച്ചാട്ടത്തിലെത്താൻ കുറേ നടക്കാനുണ്ട്, ട്രക്കിംഗ് ചെയ്തു വേണം അവിടെ എത്താൻ എന്നാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വെള്ളച്ചാട്ടത്തിനടുത്തു വരെ റോഡുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്ററേ നടക്കാനുള്ളൂ. അതും സാധാരണ ഒരു നടത്തമാണ്. അത്ര കഷ്ടപ്പാടുള്ള നടത്തമൊന്നുമല്ല. വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തെത്താറായപ്പോൾ വഴിയരികിലായി ഇതുപോലൊരു പാലം കാണാൻ കഴിഞ്ഞു. ആ പാലത്തിലൊന്ന് കയറി നോക്കിയിട്ട് വീണ്ടും മുന്നോട്ട് പോകാം. പാലത്തിനപ്പുറത്തായി വീടുകളും കൃഷിയിടങ്ങളും എല്ലാമുണ്ട്. അങ്ങോട്ട് പോകാനായി നിർമ്മിച്ചിരിക്കുന്ന പാലമാണിത്. ഒരാഴ്ച നന്നായി മഴ പെയ്താൽ ഈ പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകും എന്ന കാര്യം ഉറപ്പാണ്. കൂടാതെ കാടായതുകൊണ്ട് ആനകളും വന്യമൃഗങ്ങളും എല്ലാം അവിടെയുണ്ട്. പാലത്തിന് താഴെ നല്ല ശക്തമായാണ് വെള്ളമൊഴുകി പോകുന്നത്. ചുറ്റും പാറകളാണ്. എങ്ങാനും വീണാൽ അപകടം ഉറപ്പാണ്. പാലക്കാടിൻ്റെ മറ്റൊരു മുഖമാണ് കോങ്ങാട്, കല്ലടിക്കോട്, മണ്ണാർക്കാട് വരുമ്പോഴെല്ലാം കാണാൻ കഴിയുന്നത്. ഒരുപാട് വെള്ളമുള്ളപ്പോൾ ഇവിടെ വന്നാൽ യാത്രയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് കുറച്ചു ദൂരം മാറി നിന്ന് വേണം ഈ കാഴ്ചകളൊക്കെ കാണാൻ. വേനൽക്കാലത്താണ് വരുന്നതെങ്കിൽ ഇവിടെ വെള്ളം പ്രതീക്ഷിച്ച പോലെ കാണാനും കഴിയില്ല. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിന് മുന്നിലെത്താൻ കഴിയും. ഇവിടെ ടിക്കറ്റ് കാണിച്ച് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാലാണ് വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തുക. ഇവിടെയും ചെറുതായി വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ വെള്ളത്തിലൂടെ നടന്നു വേണം എൻട്രൻസിലോട്ടെത്താൻ. ഷൂ ആണ് ഇട്ട് വരുന്നെങ്കിൽ അത് ഊരി കൈ പിടിക്കുന്നതായിരിക്കും നല്ലത്. ഗേറ്റിനടുത്ത് നമ്മളെടുത്ത ടിക്കറ്റ് കാണിക്കണം, എന്നാലേ മുന്നോട്ട് വിടൂ.
കുറച്ചു ദൂരം മുന്നോട്ട് നടക്കാനുണ്ട്. വരുന്ന വഴി 1-2 ഹോം സ്റ്റേസ് എല്ലാം കണ്ടിരുന്നു. കൂടാതെ ചെറിയ ഹോട്ടലുകളുമുണ്ട്. പാലക്കാട് താമസിക്കുന്നവർക്ക് പെട്ടെന്ന് വരാൻ കഴിയുന്ന സ്ഥലമാണിത്. എന്നാൽ മറ്റു ജില്ലക്കാർക്ക് ഇവിടെ വന്ന് താമസിച്ച് ഈ സ്ഥലം കാണണമെങ്കിൽ കാടിനുള്ളിലുള്ള റൂം സ്റ്റേസിലെല്ലാം താമസിക്കണം. വെള്ളം കുറവായതുകൊണ്ട് ഇതുവഴി എളുപ്പം മുന്നോട്ട് നടന്നു പോവാൻ കഴിയും. പക്ഷേ വെള്ളമുള്ള സമയത്ത് ഇതുവഴി പോവാൻ കഴിയില്ല. വെള്ളം കൂടിയാൽ മുന്നോട്ട് പോവാൻ ഒരു വഴിയേ ഉള്ളൂ. ആ കാണുന്ന മുള കൊണ്ടുണ്ടാക്കിയ പാലം. പെട്ടെന്നൊന്നും ആ പാലത്തിനടുത്തേക്കുള്ള വഴി മനസ്സിലാക്കാൻ കഴിയില്ല. കാടിനുള്ളിലൂടെ ചെറിയൊരു വഴി പോകുന്നുണ്ട്. ആ വഴി പോയാൽ പാലത്തിനടുത്തെത്താൻ കഴിയും. വെള്ളച്ചാട്ടത്തിനോട് അടുക്കും തോറും ആളുകളുടെ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല ഭാഗങ്ങളിലായി ആളുകൾ ഇവിടെ കുളിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി തിരക്കില്ലാത്ത ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചുവടിലും ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള വളരെ മനോഹരമായ ഒട്ടനവധി കാഴ്ചകളാണ് ഈ സ്ഥലത്തുള്ളത്. ഇവിടെ ഒരു ഹൈഡ്രോ പ്രൊജക്റ്റ് ഉണ്ട്. അതായത് മീൻവല്ലം വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചെറിയ തോതിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ മതിൽക്കെട്ടിനപ്പുറത്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. ഇന്ന് തേടി വന്ന ആ വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ കഴിഞ്ഞു. വലിയൊരു വെള്ളച്ചാട്ടമാണിത്. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. 5 തട്ടുകളായാണ് വെള്ളം വീഴുന്നത് എന്ന് കേട്ടിട്ടുള്ളത്. പക്ഷേ 5 തട്ടുകളും സന്ദർശകർക്ക് കാണാൻ കഴിയില്ല. ഇവിടെ മുള കൊണ്ടൊരു വേലി കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. വെള്ളത്തിലേക്ക് ഇറങ്ങാനും കഴിയില്ല. അവിടെ നിന്ന് വേണം വെള്ളച്ചാട്ടം കാണാൻ. അപകടമരണങ്ങൾ സംഭവിച്ചൊരിടമാണിത്. അതിൻ്റെ മുൻകരുതലായിട്ടാവാം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു വേലിയില്ലെങ്കിൽ ഉറപ്പായും ആളുകൾ ഇവിടെ ഇറങ്ങി വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകും. ഇവിടെ വരുന്ന സഞ്ചാരികളെ നിരീക്ഷിക്കാനായി ഫോറസ്റ്റ് ഗാർഡുകൾ എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. പാലക്കാട് ജില്ലയിൽ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ, അതിനായി യാത്ര ചെയ്യുന്നവർ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് മീൻവല്ലം. കല്ലടിക്കോടൻ മലനിരകളിൽ നിന്ന് ഉദ്ഭവിച്ച് തുപ്പനാട് നദിയിലേക്ക് പതിക്കുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം പിന്നീട് ഭാരതപ്പുഴയുമായി ചേരും.